മാർഗംകളിയിലെ കർത്താവിന്റെ 12 ശിഷ്യന്മാരെ അനുസ്മരിച്ചുകൊണ്ട് 12 പേരാണ് മാർഗംകളി പങ്കെടുക്കുന്നത്. എന്നാൽ 6ഉം 8ഉം ഒക്കെ ആയിട്ടും കളിക്കും. പല പാട്ടുകളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും പരിശുദ്ധനായ മാർത്തോമായുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള പാട്ടുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഈ മാർഗംകളി ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഇത് വലിയ പ്രാക്ടീസ് ചെയ്ത് കളിക്കേണ്ട ഒരു കലയാണ്. ഇത് പക്ഷേ 2-3 ദിവസം മാത്രമേ ഇത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുള്ളൂ. ഒരു പ്രാവശ്യം അച്ഛനും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 പ്രാവശ്യം, അങ്ങനെ 3 പ്രാവശ്യം ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്തുള്ളൂ. ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധനം ക്ഷമിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദത്തെ സൃഷ്ടിച്ചു ഏകനിലാക്കി ദൈവം, ഏകനായിരിക്കാതെ സ്ത്രീ വേണം കൂട്ടവേണം, നേത്രയിലാളത്തിന്റെ അസ്ഥിയിലൊന്നെടുത്ത് സ്ത്രീയാക്കി ചമച്ചവൻ ഹവ്വ എന്നു പേരുമിട്ടു. തോട്ടം പുഷ്ടിപ്പാനും കായ്കനികൾ ഭക്ഷിപ്പാനും, തോട്ടത്തിലവരെ കാവലുമാക്കി ദൈവം, തോട്ടത്തിൽ നടുവിലുള്ള വൃക്ഷത്തിൻ ഫലം നിങ്ങൾ, തിന്നുന്ന നാളിൽ മരിക്കും നിശ്ചയം തന്നെ. ആദത്തെ വഞ്ചിപ്പാൻ സാത്താനൊരു സൂത്രമെടുത്തു. ഗർഭത്തിന്റെ വായിൽ കയറി സാത്താൻ വാക്കുമായി, തോട്ടത്തിൽ നടുവിലുള്ള വൃക്ഷത്തിൻ ഫലം നിങ്ങൾ, തിന്നുന്ന നാളിൽ കണ്ണു തുറക്കും നിങ്ങൾ, കണ്ണു തുറക്കും നിങ്ങൾ ദൈവത്തെ പോലെയാകും. നേരന്നു വിശ്വസിച്ചു കടന്നാൽ അവൾ പറിച്ചു, രണ്ടവൾ തിന്നു വേഗം കൊണ്ടു കൊടുത്തവരും, തിന്നപ്പോൾ ഇരുവരും നഗ്നരായി ചമഞ്ഞല്ലോ. അസ്ഥിര വലിച്ചു നഗ്നതയെ മറച്ചു, ആദത്തെ വിളിച്ചപ്പോൾ ഏതെനിൽ കാണാനില്ല. കൂട്ടായി തന്ന സ്ത്രീ തന്നു എന്നെ ചതിച്ചല്ലോ, തോട്ടത്തിൽ നിന്നവരെ ആട്ടി പുറത്തിറങ്ങി, മാനവാരെ കാവലുമാക്കി ദൈവം, ആദത്തെ പിടിച്ചു ഏതെനിലാക്കി ദൈവം, ഏകനായിരിക്കാതെ സ്ത്രീ വേണം കൂട്ടവേണം, നേത്രയിലാളത്തിന്റെ അസ്ഥിയിലൊന്നെടുത്ത് സ്ത്രീയാക്കി ചമച്ചവൻ അവയെന്നു പേരുമിട്ടു.